ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റാഗിപ്പുട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ രുചികരമായിട്ടുള്ള ഈ ഒരു പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഈ പൊടിയൊന്ന് വറുത്തെടുക്കാം. ഞാനിതുപോലെ ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ റാഗിപ്പൊട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു പുട്ടിന്. ഇപ്പോൾ ഇത് 2-3 മിനിറ്റോളം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്ന പോലെ തന്നെ നനച്ചെടുത്താൽ മതി. പക്ഷേ കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് കട്ട പിടിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഇതുപോലെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഈ പൊടിയുടെ നനവ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോഴേക്കും പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ അതാണ് കേട്ടോ കറക്റ്റ് പാകം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പുട്ടുകൂറ്റി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നനച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊടിയും തേങ്ങയും ഇടകലർത്തി ഇട്ട് കൊടുത്തിട്ട് പുട്ടുകുറ്റി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5-6 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ പുട്ട് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ആവി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.